അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3-ാം ക്ലാസ്സിൻ്റെ ദുറൂസിലെ വിരുന്നൂട്ടൽ എന്നുള്ള 3-ാമത്തെ പാഠം. ഇതിൽ നമുക്ക് സ്കാൻ ചെയ്താൽ ഈ പാട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അവരവർ സ്കാൻ ചെയ്യുക. നമുക്കൊന്ന് പാടി വെക്കാം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം, വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം, വിരുന്നുകാരാൽ പറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം, വിരുന്നുകാരവർ റഹ്മത്താണ് നാശയമെന്തൊരു സന്ദേശം. ഇവിടെ നമുക്ക് ഓരോ വരിയിലും വിരുന്നുകാരെന്താണ് വീട്ടിൽ വന്നാൽ നമുക്ക് ഭയങ്കര ആവേശം കാര്യങ്ങളൊക്കെ അല്ലേ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബേക്കറിയൊക്കെ ആയിട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ അവരുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കൂടെ കളിക്കാൻ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ നല്ല രസമാണല്ലേ. അതുപോലെ തന്നെ വിരുന്നുകാർക്ക് വിഭവം ഒരുക്കാൻ വീട്ടുകാർക്ക് ഭയങ്കര ആവേശം അല്ലേ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോങ്ങനെ തീറ്റിക്കാനൊക്കെ എന്താണ് ഭയങ്കര ആവേശമല്ലേ. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോയാലും നമ്മളോട് അങ്ങനെയല്ലേ. അതുപോലെ തന്നെ വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടിൽ അന്നത് സന്തോഷമല്ലേ. വിരുന്നുകാർ വരുമ്പോൾ എന്താണ് വീട്ടിൽ ബറക്കത്തൊക്കെ ഉണ്ടാവും അല്ലേ. നല്ല ഐശ്വര്യം നല്ല ബറക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് വീട്ടിലെന്താണ് സന്തോഷമല്ലേ. അതുപോലെ തന്നെ വിരുന്നുകാരെന്താണ് റഹ്മത്താണ് അല്ലേ. അവരുടെ കാരുണ്യമാണ്, അവർ കരുണയാണ്. അപ്പോൾ ആ ഒരു ആശയം എന്താണ് നല്ലൊരു സന്ദേശമാണ് അല്ലേ. നല്ലൊരു ഭയങ്കര ഒരു സന്ദേശമാണ്. ഇനി ബന്ധുക്കൾക്കും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും അവരുടെ വീടുകളിലേക്ക് വിരുന്ന് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. അതിഥികളെ വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മൾ വിരുന്നുകാർക്കാണ് എന്ത് പറയുക, അതിഥികൾ എന്ന് പറയാം കേട്ടോ. അവരെ ആദരിക്കൽ എന്താണ് ഈമാനിൻ്റെ ഭാഗമാണ്. അവരുടെ ബഹുമാനത്തോട് പെരുമാറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താണ് ഈമാനിൻ്റെ വലിയൊരു ഭാഗമാണ്. ഇനി വിരുന്നിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ് നോക്കാം. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. ഈ വന്നോ എന്നാൽ കയറിക്കോ എന്നിങ്ങനെ പറയാതെ എങ്ങനെ പറയണം, നല്ല ഉഷാറോടുകൂടി ഒരു വന്ന സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം നമ്മൾ അവരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ എന്ത് ചെയ്യണം അന്വേഷിക്കണം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കൂലേ. സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. ഇനി നമ്മളാണ് വിരുന്നിന് പോണത്, നമ്മൾ പോകുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരവിടെ ഇരിക്കുക പറഞ്ഞാൽ അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം. അല്ലാതെ ഓലെ കൂടെ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യരുത്, വീടിൻ്റെ ഉള്ളിലേക്കൊന്നും സമ്മതമില്ലാതെ പോകരുത് കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് എന്താണ് ഇഷ്ടം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അല്ലേ. വിരുന്നുകാരോടൊപ്പം ഓരെങ്ങനെ ഭക്ഷണം കഴിപ്പിച്ച് നമ്മളവിടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ഓരോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം അല്ലേ. ഓരെ ഞങ്ങൾ പോയിക്കോളി പറഞ്ഞാൽ നമ്മൾ വാതിലടിച്ച് നിൽക്കലല്ല. അവർ പോകുന്നത് വരെ അങ്ങനെ കാത്തുനിന്ന് അല്ല. അവർ പോകുമ്പോൾ നമ്മൾ കാറിൽ കയറുന്നത് വരെയോ അല്ലെങ്കിൽ ഗേറ്റ് കിടക്കുന്നത് വരെയൊക്കെ എന്ത് ചെയ്യണം നമ്മളൊന്ന് കൂടെ പോകണം. പിന്നെ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലേ. ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിരുന്നുകാരൊക്കെ ആയിട്ട് പോയാൽ എന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ഹദീസ് കാണാം. എന്താണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, മുഅ്മിനാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കണ്ടേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ ഫൽയുക്രിം ലൈഫഹു അവൻ്റെ അതിഥികളെ ബഹുമാനിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മുമ്പത്തെ പാഠത്തിലൊക്കെ അങ്ങനെ പഠിച്ചു അല്ലേ. എന്ത് മുഅ്മിനാവൂല, ഇങ്ങനെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുന്നവൻ എന്തിൽ പെടൂല, മുഅ്മിനീങ്ങളിൽ പെടൂല എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് നമ്മൾ കുടുംബബന്ധം ചേർക്കണം. മുഅ്മിനീങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താവണം, കുടുംബബന്ധം ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് കാണുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു അവൻ്റെ അതിഥികളെ അവൻ ബഹുമാനിക്കട്ടെ. ഇനി ഉത്തരം പറയാം. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് 3 എഴുതുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്താണ് അതിൽ നിന്ന് 3
എഴുതാനാണ്. ഇനി അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. അതിഥി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആസൂത്രണം ചെയ്യാം. എന്താണ്, നിങ്ങളുടെ വീട്ടിലൊരാൾ വരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും? സാധാരണ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഇനി ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വീട്ടിൽ വിരുന്ന് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സംഭാഷണം നടത്തേണ്ടതെന്നും മാതാപിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കാര്യം സാധാരണ ഓരോ വീട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ഉമ്മമാരൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. എന്നാലും നിങ്ങളൊന്ന് ചോദിച്ചതൊക്കെ നോക്കാണ്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ പെരുമാറണമെന്ന്. ഉമ്മമാരും ഉപ്പമാരൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി 4 പാഠമാണ് മൊത്തത്തിലുള്ളത്. 4ാമത്തെ പാഠവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ച് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എഴുതുക കേട്ടോ.